ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മലപ്പുറം റീച്ച് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ല റീച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയുമായ കാപ്പരിക്കാടാട്ടോ. അപ്പോൾ പാലപ്പെട്ടി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് KNRCL വർക്കാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ശിവാലയൻ്റെ വർക്ക് തുടങ്ങുന്നത്. കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ, അതിൽ നമ്മൾ കാപ്പരിക്കാട് മുതൽ മണത്തല വരെയുള്ള ദേശീയപാത 66 വികസനമാണ് കാണാൻ പോകുന്നത്. 2024 തുടക്കത്തിൽ ശിവാലയ അതിവേഗമായിരുന്നു പണികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പല സ്ഥലങ്ങളിലും പണികൾ പൂർത്തിയായി 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാപ്പരിക്കാട് കഴിഞ്ഞിട്ട് തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ഈ തങ്ങൾപ്പടിയിൽ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു. ആ മരമൊക്കെ പൂർണ്ണമായി മുറിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരുന്നു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നുമില്ല, ഇനി പുതുതായിട്ട് ക്യാമറകൾ വരാനിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗം ഇവിടം വരെ മാത്രമേ 6 വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് ഇനി വർക്കുകൾ നടക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പണ്ട് എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് റോഡ് പോയിരുന്നത് എന്നുള്ളത്. കണ്ട ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ആയിരുന്നു റോഡ് പോയിരുന്നത്. അപ്പോൾ ഇതിപ്പം ഈ വളവുകളൊക്കെ ഏകദേശം ഈ ഭാഗത്തുള്ള പൂർണ്ണമായി നിവർത്തുന്നുണ്ട്. പഴയ റോഡ് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന സമയത്ത് വലതുഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടും അതുപോലെ തന്നെ ഇടതുഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടുമാണ് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് വൈഡനിങ് നടത്തിയിരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ ജില്ലാ റീച്ചിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണികൾ നടക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് ഒഴിവാക്കിയിട്ട് ഒന്നല്ലെങ്കിൽ വലതുഭാഗം അല്ലെങ്കിൽ ഇടതുഭാഗത്ത് മാത്രമേ വർക്കുകൾ നടത്തിയിട്ടുള്ളൂ. അധിക അണ്ടർപാസുകളും ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് നിലവിലെ റോഡിൻ്റെ ഇടതുഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇതാണ് പഴയ റോഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ടത്തോട് ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. പിന്നെ മലപ്പുറം റീച്ചിൽ ബസ് സ്റ്റോപ്പുകളുടെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല കേട്ടോ. കണ്ട നമ്മൾ നേരത്തെ കണ്ട പ്രദേശത്താട്ടോ. ഇവിടെ മാത്രമാണ് ഇനി കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയിട്ട് ചെറിയ തോതിൽ വർക്കുകൾ നടന്നിരിക്കുന്നു. മറുഭാഗത്തൊക്കെ ഇതേമാതിരി മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന അണ്ടർപാസിന് വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ചെമ്മണ്ണ കൊണ്ടില്ല, പക്ഷേ ഇവിടെ മണലാണ് കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മണൽ എന്തിനാണെന്ന് അറിയില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം അധികം മണലുള്ള സ്ഥലം കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള മുകൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടി ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തെ റോഡ് കടന്നു പോവുക. അപ്പോൾ ഇതാണ് പാപ്പാളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പം മന്നലാംകുന്ന് ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഈ പാപ്പാളി സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ബൈപ്പാസ് തുടങ്ങുന്നത്. ഒരു ചെറിയ ബൈപ്പാസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം മന്നലാംകുന്ന് ടൗൺ കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്നിട്ട് ഈ റോഡ് കയറുക കേട്ടോ. അപ്പോൾ പഴയ റോഡ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പുതിയതായിട്ട് പണികൾ പൂർത്തിയാക്കി 6 വരിപ്പാതയിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. ഈ ഭാഗത്തുള്ള മാറ്റങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് വീഡിയോസ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പാപ്പാളി സ്കൂളിൻ്റെ അവിടെ നിന്നുള്ള 6 വരിപ്പാതയുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും എത്രത്തോളം വൈഡനിങ് ഈ ഭാഗത്ത് വന്നിരുന്നു എന്നുള്ളത്, പണ്ട് എങ്ങനെയായിരുന്നു ഈ പ്രദേശം എന്നുള്ളതും മനസ്സിലാവുന്നതാണ്. അപ്പോൾ പഴയ റോഡാണ് വലതുഭാഗത്തൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ വാഹനങ്ങൾ കാര്യമായിട്ടൊന്നും പോകുന്നില്ല. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത റോഡിൽ കൂടിയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. അപ്പം ഈ മന്നലാംകുന്ന് പള്ളി ഉണ്ട് ഇവിടെ. ആ പള്ളിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ഈ റോഡ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ റോഡിന് കുറുകെ കൾവേർട്ടുണ്ട്, അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളുള്ളത് തൃശ്ശൂർ റീച്ചിലാണ്. അതുപോലെ തന്നെ 2 റീച്ചാണ് ശിവാലയ കൺസ്ട്രക്ഷന് തൃശ്ശൂർ റീച്ചിലുള്ളത്. ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും, അതുപോലെ തന്നെ ഈ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയിൽ 2 ബൈപ്പാസ് വരുന്നുണ്ട്. ചാവക്കാട് ബൈപ്പാസും വടനപ്പള്ളി ബൈപ്പാസും. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ, അതിലാണ് ബാക്കിയുള്ള ബൈപ്പാസുകളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഓവർപാസുകളൊന്നും ഇതിലില്ല കേട്ടോ. ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് മന്നലാംകുന്ന് ബീച്ച് വരുന്നത്. അടിപൊളി ബീച്ചാട്ടോ. അവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ബീച്ചുകളുണ്ട്. നമ്മൾ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ സഞ്ചരിക്കുന്ന സമയത്ത്
പിന്നെ ഇവിടെ വേറെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുകയാണ് മന്നലാംകുന്ന് പള്ളിയിട്ട്, അതിൻ്റെ നേരെ മുൻപിൽ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവിടെ അണ്ടർപാസും ഇതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വരണം. കാരണം ഇത് കഴിഞ്ഞിട്ടൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിനിടയിൽ കൂടെ കടന്നിട്ട് വേണം മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പ്രതിഷേധങ്ങൾക്കൊന്നും ഫലം കണ്ടിട്ടില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇതേമാതിരി പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടിട്ട് അവിടെ പുതിയ അണ്ടർപാസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മന്നലാംകുന്ന് പള്ളിൻ്റെ മുൻപിൽ നിന്നുള്ള റോഡ് ഉണ്ടല്ലോ, ഈ കൂടെ ബസ് സർവീസൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇനി ബസ് സർവീസൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഭാഗത്തേക്ക് വരിക കേട്ടോ. രണ്ട് ഭാഗത്തും എന്തായാലും സർവീസ് റോഡുകളുണ്ട്. ഈ അടുത്താണ് ഈ ഭാഗത്തുള്ള ഈ ചെറിയ ബൈപ്പാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞ 7 ബൈപ്പാസിൽ ഇത് ഉൾപ്പെടൂലെന്ന്. പക്ഷേ ഇത് ബൈപ്പാസായിട്ട് വന്നിട്ടില്ല. ബൈപ്പാസായിട്ട് വന്നിരിക്കുന്നത് ചാവക്കാട് ബൈപ്പാസും വാടാനപ്പള്ളി ബൈപ്പാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ചന്ദ്രാപിന്നി ബൈപ്പാസ്, പിന്നെ മതിലകം ബൈപ്പാസ്, പിന്നെ മൂന്നുവിടിയ ബൈപ്പാസ്, പിന്നെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. അങ്ങനെയാണ് നമ്മളെ തൃശ്ശൂർ റീച്ചിലെ ബൈപ്പാസുകൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വീട് പൊളിക്കണില്ല നിങ്ങൾ, ഈ വീടിൻ്റെ മുൻഭാഗത്ത് കൂടെയായിരുന്നു ആ റോഡ് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി മീൻ കച്ചവടം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ. പക്ഷേ ഇപ്പോൾ പണികൾ പൂർത്തിയായ സമയത്ത് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾ കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയായിരുന്നു കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോയിരുന്നത് എന്നുള്ളത്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പഴയ വീഡിയോസ് കാണണമെന്ന് പറയാൻ എന്തിനാന്ന് അറിയാമോ, നിങ്ങൾക്ക് എന്നാൽ മാത്രമേ ഈ ഭാഗത്ത് നടന്ന മാറ്റങ്ങൾക്കൊരു വ്യക്തമായൊരു ധാരണ വരികയുള്ളൂ. കണ്ടോ, ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി പോകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അകലാട് ബദർപള്ളിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇത് കണ്ട നിങ്ങൾ, നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേശീയപാതയിൽ ഇതുവരെയായിട്ട് ഒരു ഗതാഗതക്കുരുക്കും ഭാഗത്ത് അനുഭവപ്പെടില്ല. ഈ പഴയ റോഡ് പിന്നീട് സർവീസ് റോഡായിട്ട് മാറുന്നതായിരിക്കും. അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞ കേട്ടോ. ഇതൊക്കെ ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പീറും പീർ ക്യാപ്പുമാണ്. മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടിരിക്കുന്ന അധിക അണ്ടർപാസുകളും രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാസ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഗാർഡർ. ഇനിയും വേറെ വ്യത്യാസമുണ്ട്. അവിടെ അണ്ടർപാസിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങൾ ഫുള്ളായിട്ട് RE ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് അത് RE പാനലായി മാറുകയാണ്. ഈ RE പാനൽ കോഴിക്കോട് റീച്ചിന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങളിൽ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആണ്. പക്ഷേ ക്രാഷ് ബാറിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് 6 വരിപ്പാതയുടെ വർക്ക് നടത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ പല സ്ഥലത്തും റോഡിന് കുറുകെ കൾവേർട്ടുകൾ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കില്ല, കാരണം പല സ്ഥലത്തും ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞാണ്. ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഒറ്റൈനിയിലാണ്. ഒറ്റൈനിയിൽ അണ്ടർപാസ് വരുന്നതോടനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിരുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുക. അപ്പം അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് 3 വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടു, ഇവിടെയും നിലവിൽ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിരുന്നു അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അണ്ടർപാസ് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ വർക്കുകൾ നടന്നിട്ടുള്ളൂ. പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുക കേട്ടോ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിലുമായിട്ട്. ഈ പ്രദേശത്ത് കുറേ കാലം വർക്ക് നടന്നിരുന്നില്ല കേട്ടോ. ഇവിടെയാണ് ശിവാലയൻ്റെ യാർഡ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പിന്നീട് സിമെൻറ്റും ഇതൊക്കെ മിക്സ് ചെയ്യലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ആരംഭിക്കാൻ, കാരണം ഇവിടെയാണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട്. കാരണം ഇവിടെയൊക്കെ ചെറിയ തോതിൽ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, കാരണം കാട് പിടിച്ച് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ചെമ്മണ്ണിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ കുഴിച്ചാലും ഇവിടെ മണലാണ് വരുന്നത്. പല സ്ഥലത്തുനിന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ചെമ്മണ്ണിട്ടിട്ട് ഓരോ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മലപ്പുറം റീച്ച് നേരെ തലതിരിച്ചാണ്. എവിടെ കുഴിച്ചാലും ചെമ്മണ്ണാണ്. അതുകൊണ്ട് KNRCL മണ്ണിന് വലിയ ക്ഷാമം അവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവർ അണ്ടർപാസിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് ചില സ്ഥലങ്ങളിൽ ഇതേമാതിരി വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ തന്നെ കണ്ടോ നിങ്ങൾ, 6 വരിപ്പാതയുടെ വീട്ടിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു, ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഘട്ടം ഘട്ടമായിട്ടുള്ള വർക്കാണ് നടന്നിരിക്കുന്നത്. ഇനി അടുത്തത് എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് മറൈൻ വേൾഡ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചവടി ബീച്ചും ഉണ്ട്. ഇവിടെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് പണ്ട് കേട്ടോ, ഈ വർക്കുകളൊക്കെ നടക്കുന്നതിന് മുൻപായിട്ട്. പക്ഷേ ഇവിടെ 6 വരിപ്പാതയുടെ വൈഡനിങ് വന്ന സമയത്ത് ഇനി ടൂറിസ്റ്റ് ബസ്സൊന്നും ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ നമുക്ക് ക്രോസ് ചെയ്യുന്നു റോഡിലേക്ക്, വെച്ചാൽ മറൈൻ വേൾഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട്
വേണം, അല്ലെങ്കിൽ 6 വരിപ്പാതയിൽ കൂടെ വന്നിട്ട് വേണം. എടക്കഴിയൂർ കഴിഞ്ഞിട്ടൊരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ മുൻപ് ഇറങ്ങിയിട്ട് സർവീസ് റോഡിൽ കൂടെ കയറിയിട്ട് ഈ അണ്ടർപാസ് മുഖാന്തരം കടന്ന് മറുഭാഗത്ത് വരണം. പിന്നെ ഈ ഇടത് ഭാഗത്തൊരു ബിൽഡിംഗ് കണ്ടത് അത് ഇപ്പോഴും പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, നമ്മൾ മലപ്പുറം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഈ മറൈൻ വേൾഡിക്കും അതുപോലെ തന്നെ പഞ്ചവടി ബീച്ചിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ കടന്നിട്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ചാവക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നേരെ അവർക്ക് സർവീസ് റോഡിലൂടെ കയറിയിട്ട് പോകാൻ സാധിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ അണ്ടർപാസ് മെയിൻ ഒരു അണ്ടർപാസാണിത്. കാരണം അത്യാവശ്യം വലിയ ബസ്സുകളായിരിക്കും ഈ ഭാഗത്ത് വരിക, ഇതിൻ്റെ അടിയിൽ കൂടെ തിരിഞ്ഞു പോവുകയൊക്കെ വേണം കേട്ടോ. സർവീസ് റോഡ് വീതി ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ബസ്സിൽ വരുന്ന ആളുകളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറൈൻ വേൾഡിൻ്റെ വാഹനം വരുന്നുണ്ട്. പക്ഷേ പഞ്ചവടി ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകാൻ തന്നെ വേണ്ടി വരും. ഇപ്പോൾ എവിടെയും കണ്ടോ നിങ്ങൾ, നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതിനോടനുസരിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിലവിലെ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് അലൈൻമെൻറ്റ് പോയിരിക്കുന്നത് കേട്ടോ. എന്തായാലും തൃശ്ശൂർ റീച്ചിൽ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കുന്നില്ല. മെയിനായിട്ട് ഇപ്പോൾ വർക്ക് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസുകളുടെ വർക്കുകൾ ഒരു വേഗം തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ തൃശ്ശൂർ റീച്ചിൽ അധികം നിരപ്പായ റോഡായതുകൊണ്ട് നിലവിലെ റോഡിൻ്റെ 2 ഭാഗത്തും പെട്ടെന്ന് വൈഡനിങ് നടത്താൻ സാധിക്കും, സർവീസ് റോഡിൻ്റെ പണിയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ പണികൾ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാശിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം മാത്രമേ നടക്കാനുള്ളൂ. അതും ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ മറുഭാഗത്ത് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്ര അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു. മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്ക് നടന്നിരിക്കുന്നു. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ നിലവിലെ ദേശീയപാതയുടെ അടുത്ത ഭാഗത്ത് കണ്ട മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. RE പാനലിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. അതുപോലെ ഇവിടെയൊക്കെ കൾവേർട്ടുകൾ റോഡിന് കുറുകെ പണിതിട്ടുണ്ട്, അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് തിരുവത്ര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത്. ഇവിടുന്ന് പിന്നീട് കണ്ട നിങ്ങൾ ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ വീതിയുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മാണം ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ പ്രദേശത്താണ് ഇനി വർക്ക് നടക്കാൻ കേട്ടോ. ഇവിടെ 3 വരിപ്പാതയുടെ വീതിയിൽ മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ. മറുഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് എന്ന വർക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണ് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മണൽ പ്രദേശമായതുകൊണ്ട് ചെമ്മണ്ണിൻ്റെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇവിടെ വർക്ക് നടത്താൻ. ഇനിയാണ് ഏറ്റവും നീളം കൂടിയ അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസ് അല്ല, അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് അത്യാവശ്യം നല്ല നീളമുള്ള അപ്രോച്ച് റോഡാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മണത്തല ഭാഗത്ത്, എന്ന് വെച്ചാൽ മണത്തല എത്തുന്നതിന് മുൻപാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിലവിലെ ദേശീയപാത പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വലത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് RE പാനലിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടോ, നിങ്ങൾ ഫുള്ളായിട്ട് മണലാട്ടോ. കണ്ടോ, ഇതാണ് അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശം. ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്താണ്ട് RE പാനലിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് പഴയ റോഡ് പോയിരിക്കുന്നത് എന്നുള്ളത്. കണ്ടോ, നിലവിലെ റോഡിൻ്റെ 2 ഭാഗത്തും വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നു, മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി ഇവിടം വരെ വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്കുകൾ പുരോഗമിച്ചിട്ടിരിക്കുന്നത്. 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു, സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ വളവ് കണ്ടോ നിങ്ങൾ, ഇവിടം വരെ കേട്ടോ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് മണത്തല വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നീട് മണത്തല വരെ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടക്കം 6 വരിപ്പാതയുടെ വീതിയിലുള്ള വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ പോസ്റ്റുകളൊന്നും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ വൈഡനിങ് കഴിഞ്ഞിട്ടില്ല. ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തല ജുമാ മസ്ജിദിൻ്റെ മുൻഭാഗത്തു നിന്നാണ്. ഈ ജുമാ മസ്ജിദിൻ്റെ മുൻഭാഗത്ത് ഇതേമാതിരി വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു. ആ മരമൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മണത്തല ജുമാ മസ്ജിദ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണതും. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്ന് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു പൂർണ്ണ രൂപം കിട്ടുള്ളൂ. കാരണം എങ്ങനെയായിരുന്നു ഈ ഭാഗം എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാപ്രിക്കാട് മുതൽ മണത്തല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.